എന്തായാലും ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പരമ്പരാഗതമായ ശൈലികളെല്ലാം മാറ്റുന്ന സാഹചര്യമാണുള്ളത്. ഇ.ആർ. സൂചിപ്പിച്ചതുപോലെ ആ പഴയ രീതിയിലേക്ക് 67 വരെ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നിരുന്ന ആ രീതിയിലേക്ക് ഇനി തിരിച്ചു പോകുമോ എന്നതും അറിയേണ്ടതാണ്. അതിനിടെ ബി.ജെ.പി. ഇന്നലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരുന്നു. ഇതോടുകൂടി 265 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് തീരുമാനം ആയിട്ടുള്ളത്. കർണാടകയിൽ 9 സിറ്റിംഗ് എംപിമാരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇ.ആർ. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, നമ്മൾ ഇന്നലെ വാർത്താരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിതിൻ ഗഡ്കരി ആദ്യ പട്ടികയിൽ ഇടം പിടിക്കാതെ പോയത്, രണ്ടാമത്തെ പട്ടികയിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്ന്. ഇന്നലെ വന്ന പട്ടികയിൽ ഇ.ആർ. രാകേഷ്, ഈ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷെ കർണാടകയിൽ സിറ്റിംഗ് എംപിമാരെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ പശ്ചാത്തലം? അഭിലാഷ്, രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്നതോടെ 265 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 34 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെട്ടപ്പോൾ അതിൽ നിതിൻ ഗഡ്കരി ഉൾപ്പെട്ടിരുന്നില്ല. അതോടുകൂടി നിതിൻ ഗഡ്കരിയെ ഒഴിവാക്കുകയാണെന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ വരുന്നതെങ്കിൽ പോലും രണ്ടാം ഘട്ടത്തിൽ നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായ നാഗ്പൂരിൽ നിന്ന് വീണ്ടും മത്സരിക്കുകയാണ്. ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ മണ്ഡലത്തിൽ നിന്ന് അനുരാഗ് ഠാക്കൂറും വീണ്ടും ജനവിധി തേടുന്നുണ്ട്. എന്നാൽ ഇന്നലത്തെ 72 അംഗ പട്ടികയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത് കർണാടകയിൽ നിന്നും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുമാണ്. രണ്ടിടത്തും 20 വീതം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ 28 അതിൽ 20 പേരെ പ്രഖ്യാപിച്ചപ്പോൾ 9 സിറ്റിംഗ് എംപിമാരെ ഒഴിവാക്കി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകൾ ബി.ജെ.പി. വിജയിച്ചതാണ്. ഈ ഒഴിവാക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഈ സമീപകാലം വരെ സംസ്ഥാന അധ്യക്ഷനായ നളിൻ കുമാർ കട്ടീൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മൈസൂർ MP ആയ പ്രതാപ് സിംഹ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പ്രതാപ് സിംഹയുടെ പാസിലായിരുന്നു ഈ സമീപകാലത്ത് രാജ്യസഭയിലേക്ക് ഒരു അതിക്രമം നടന്ന സംഭവമൊക്കെ ഉണ്ടായത്. അപ്പോൾ പ്രതാപ് സിംഹയ്ക്ക് ഏതായാലും ബി.ജെ.പി. സീറ്റ് നൽകിയിട്ടില്ല. മറ്റൊന്ന്, മുൻ മുഖ്യമന്ത്രിയായ D.V. സദാനന്ദ ഗൌഡയെ മാറ്റിയിട്ടുണ്ട്. ബാംഗ്ലൂർ നോർത്തിൽ നിന്നായിരുന്നു ഉള്ള MP ആയിരുന്നു സദാനന്ദ ഗൌഡ. സദാനന്ദ ഗൌഡയെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ശോഭാ കരന്ദലജയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ശോഭാ കരന്ദലജ നിലവിൽ ഉടുപ്പിയിൽ നിന്നുള്ള MP ആണ്. അവിടെ ഒരു 2 തവണ വിജയിച്ച MP ആയതുകൊണ്ട് തന്നെ ശോഭാ കരന്ദലജയെ ആ മണ്ഡലത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടൊരു പരീക്ഷണം ബി.ജെ.പി. നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും 9 സിറ്റിംഗ് എംപിമാരെ ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ പട്ടിക മൊത്തത്തിൽ 265 അംഗങ്ങളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 21% സ്ഥാനാർത്ഥികളെ മാറ്റി എന്നാണ് പുറത്തു വന്ന, അതായത് സിറ്റിംഗ് എംപിമാരെ മാറ്റി എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി പട്ടിക രണ്ടാം ഘട്ടത്തിലും ഇടം പിടിച്ചിട്ടില്ല. ഒപ്പം കേരളത്തിലെയും അവശേഷിക്കുന്ന 4 മണ്ഡലങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ സഖ്യ ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. കേരളത്തിലാകട്ടെ മറ്റു പാർട്ടികളിൽ നിന്ന് ചില നേതാക്കളെ ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ തീരുമാനമായതിനു ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപനം എന്നാണ് ഇപ്പോൾ നേതൃത്വം അറിയിക്കുന്നത്. തീർച്ചയായും എന്തുകൊണ്ടാണ് രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ പോലും കേരളത്തിൽ ഒഴിവുകളുള്ള സീറ്റുകളിലേക്ക് പേരുകൾ വരാത്തത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക്